കരിപ്പൂരിലേക്ക് സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സൗദി എയർലൈൻസും ആകാശ് എയറും. ഒക്ടോബറിൽ സർവീസ് ആരംഭിക്കുന്നതിനാണ് തീരുമാനം. സൗദി എയർലൈൻസിന്റെ എയർബസ് 321 നിയോ വിമാനങ്ങളാണ് സർവീസിനായി ഉപയോഗിക്കുക. സൗദി എയർലൈൻസ്, ആകാശ എയർ തുടങ്ങിയ വിമാന കമ്പനികൾ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് വരുന്നു. ഒക്ടോബർ 27 മുതൽ സൗദി എയർലൈൻസ് കോഴിക്കോട് സെക്ടറിൽ സർവീസ് നടത്തുമെന്നാണ് വിവരം. കരിപ്പൂർ കേന്ദ്രീകരിച്ച് സർവീസ് നടത്താൻ ആകാശ എയറും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 2-3 ചാനലുകളിലായിട്ട് ഈ വാർത്ത അങ്ങനെ കാണുന്നത്. സത്യത്തിൽ ഈ വാർത്ത കാണുമ്പോൾ ചിരിയാ വരുന്നത്. കാരണം ഇതിന്റെ മുന്നേ കഴിഞ്ഞ ഡിസംബറിൽ എന്തായാലും കരിപ്പൂരിൽ സൗദി എയർലൈൻസ് ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് മീഡിയ വൺ പോലത്തെ ഒരുപാട് ചാനലുകളിൽ ആ സമയത്ത് വാർത്ത അങ്ങനെ കുട്ടിഘോഷിച്ചിട്ടുണ്ടായിന്. എന്നിട്ട് എന്തായത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സൗദി എയർലൈൻസ് കരിപ്പൂരിൽ തിരിച്ചു വരുന്നു? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സൗദി എയർലൈൻസ് കരിപ്പൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കരിപ്പൂര് സജീവമാവും. ഹജ്ജും കാര്യങ്ങളൊക്കെ കരിപ്പൂരിൽ നിന്ന് നല്ല രീതിയിൽ ഒരുപാട് പ്രവാസികൾക്ക് ആശ്വാസമാവും. മറ്റുള്ള ലോബികൾ, എയർപോർട്ടുകൾ ഉറങ്ങും. അതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് കരിപ്പൂരിന് അർഹതപ്പെട്ട സൗദി എയർലൈൻസ് അവര് തിരിച്ചു കൊടുത്തിട്ട് മാതൃകയാക്കുന്നു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഉള്ള പറയാലോ, നടക്കേനിട്ടോ. എങ്ങനെ നമ്മളെ പ്രവാസികൾ നിൽക്കണ്ടേ പോണം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കേനി. പക്ഷെ നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ അന്ധമായ രാഷ്ട്രീയമാണ്. ഈ ഒരു ബോധ്യം നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉണ്ടായതുകൊണ്ട് അവർ നല്ലോണം മുതലെടുക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ ചിന്തിക്കുന്നത് നമ്മളെന്ത് തോന്നിയാസം ചെയ്തു കഴിഞ്ഞാലും നമ്മളെ ന്യായീകരിക്കാൻ പറ്റിയ അണികൾ താഴെ തട്ടിലുള്ളിടത്തോളം കാലം നമുക്ക് ഒരു പേടിയും വേണ്ട. എന്ത് തോന്നിയാസം നമുക്ക് കളിക്കാം. ഇതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും രാഷ്ട്രീയ നേതാക്കന്മാർ ചിന്തിക്കുന്നത്. പക്ഷെ ഈ ലോബികൾക്ക് തെറ്റിപ്പോയത് എവിടെയെന്ന് അറിയോ? ലോബികൾ എന്ത് ചെയ്യുന്നത്, ഈ സൗദി എയർലൈൻസ് കരിപ്പൂരിന് അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ കരിപ്പൂർ അങ്ങോട്ട് തകർന്നു പോകുന്ന വിചാരിച്ചില്ല. പക്ഷെ ഓർക്ക് തെറ്റി. കരിപ്പൂരിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇനിയിപ്പോ ഒരു ഫ്ലൈറ്റാണ് കരിപ്പൂരിൽ ഇറങ്ങുന്നതെങ്കിലും അതിന് നിങ്ങൾ 10,000 റിയാൽ ടിക്കറ്റ് വെച്ചാലും കരിപ്പൂരിനെ സ്നേഹിക്കുന്ന പ്രവാസികൾ കരിപ്പൂരിലേ ഇറങ്ങും. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് തുടങ്ങിയ വാശിയാണ്. സൗദി എയർലൈൻസിനെ നിങ്ങൾ അന്ന് തട്ടിയെടുത്തത് മുതലുണ്ടല്ലോ, അന്ന് തുടങ്ങിയ വാശിയാണ്. 10-13 കൊല്ലമായി. റിയാൽ നോക്കിയിട്ടല്ല. ഇനിയിപ്പോ 2,000 റിയാലാണെങ്കിലും കരിപ്പൂരിലേ ഇറങ്ങും നമ്മള്. അതൊരു വാശിയാണ്. കരിപ്പൂരിനെ നിലനിർത്തണം എന്നുള്ള വാശി. നടക്കൂല മക്കളെ. ഏതായാലും സൗദി എയർലൈൻസ് തിരിച്ചെന്ന ഒരു മാതൃക ആവൂല. ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാല് ലോബികൾ കൊണ്ടുപോയ സൗദി എയർലൈൻസ് അങ്ങനെ അങ്ങോട്ട് ഓല് കൊണ്ടെടുക്കും ചെയ്യും. ഇനി വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് സൗദി എയർലൈൻസ് എക്സ്ട്രാ ചാർട്ട് ചെയ്യേണ്ടി വരും കാലിക്കറ്റിലേക്ക്. അല്ലാതെ നമ്മളെ പഴയ കട്ടെടുത്തുകൊണ്ടായ സാധനം ഉണ്ടല്ലോ, അത് തിരിച്ചു തരില്ല അവര്.